This is all I want. That the love I have for you doesn't fade along with you. Can you help with that? The reason that I ask, I've seen far too many friends walk away and not come back. I want more than that. I won't wash away like branches in rain. I'd rather be kindling in the light. Set me on fire like I've never known. I wanna love you more as life goes on. So all of my days I'll place my first love. This is all I pray over everything I ask, that my friends one day come back. Can you help with that? Gotta know you can, 'cause the fire won't mean nothing if it ends right here with me. You want more than that. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രതിഷ്ഠ സൃഷ്ടിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളാരെങ്കിലും അങ്ങേ ഈ കുടുംബത്തിലുള്ളവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മരിച്ചുപോയവരും പാപങ്ങളെ നിത്യവാസത്തിലേക്ക് പ്രവേശിക്കണമേ. ആത്മീയമായ എല്ലാവർക്കും ഞങ്ങളെ പാപികളുള്ളവരെ സ്വർഗ്ഗത്തിൽ ഞങ്ങളെല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. മറിയത്തിന്റെ ഹൃദയവും ആവാസവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും എല്ലാവരും ഒരുമിച്ചൊന്ന് സ്തുതി കൊടുക്കാവോ? ആ 23-ാം സങ്കീർത്തനം. കർത്താവ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കും. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു.
അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. You look so wonderful in your dress. I love your hair like that. The way it falls on the side of your neck, down your shoulders and back. We are surrounded by all of these lies, and people that talk too much. You got the kind of look in your eyes as if no one knows anything but us. Should this be the last thing I see? I want you to know it's enough for me. 'Cause all that you are is all that I'll ever need. I'm so in love, so in love, so in love, so in love. You look so beautiful in this light. You still ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാണ്ടയാകരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തെ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുക. ആദത്തിന് സഖിയായി ഹവ്വായി സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന റിച്ചിയെ അനുഗ്രഹിക്കണമേ. കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിന് കാവൽക്കാരമായ യോസേപ്പേ, ദേവമാതാവായ പരിശുദ്ധിനിയാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. അപരാധിയെ സാറെ അനുഗ്രഹിച്ച ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തിന് സ്തുതി. wipe your tears, take a breath. Lay your head on my chest. Let me hold you through the night. Yeah, the world can bring us down, but I still believe somehow it's all gonna be alright. Come what may, the highs, the lows. Remember those walls I built? Well, baby, they're tumbling down, and they didn't even put up a fight. They didn't even make the sound. I found a way to let you in, but I never really had a doubt. Standing in the light of your halo,
I got my angel now. It's like I've been awakened. Every rule I had you breaking. It's the risk that I'm taking. I ain't never gonna shut you out. Everywhere I'm looking now, I'm surrounded by your embrace. Baby, I can see your halo. You know you're my saving grace. You're everything I need and more. It's written all over you. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സർവേശ്വരൂ സ്തുതിഗീതം. അത്യുന്നതമാ സുലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സുലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായ ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശ യോഗ്യതയോടുകൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പ്രതിഗ്രഹത്തെയും നീ മറന്നു കളയുക. നിന്റെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകാകുന്നു. അവളുടെ മേലെങ്കിൽ പൊന്നുപുതിയാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതമാകും. ജീവിതത്തിൽ ഓരോ ദിവസവും കർത്താവ് സഹ്യോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. ഞാൻ അനുഗമിക്കുന്നവർ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളിച്ചത് മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ.
സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം അനുഗ്രഹിക്കട്ടെ. 5-ാം അധ്യായം 20 വാചകം. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുകയും ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ എന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെന്നതുപോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വീണകളേറ്റു പാടും സ്നേഹസംഗീതം, ഭജന കീർത്തനഗാന ചൊരിയും സ്നേഹസുവിശേഷം. ഹൃദയവീണകളേറ്റു പാടും സ്നേഹസംഗീതം, ഭജന കീർത്തനഗാന ചൊരിയും സ്നേഹസുവിശേഷം. നമുക്ക് സദാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ.
മൂന്നാം ദിവസം ഗലീലായിലെ കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവൻ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലായിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള വ്യാഴാഴ്ച വിവാഹമെന്ന ഉദാശവരി ഇന്ന് ഒന്നായിത്തീരുന്ന ഫിറ്റീഷ്, റിച്ച, അവരുടെ മാതാപിതാക്കന്മാരെ, കുടുംബാംഗങ്ങളെ, ഏറ്റവും സ്നേഹമുള്ളവരെ, ഫിറ്റീഷും റിച്ചയും ഇന്ന് വിവാഹമെന്ന കൂതാശവഴി ഒന്നായി തീരുകയാണ്. മർക്കോസ് സുവിശേഷത്തിലെ 10-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, കർത്താവ് വിവാഹത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യന് വേർപെടുത്താതിരിക്കട്ടെ. ഇനി അവർ 2 അല്ല 1 ആണ്. പുരുഷൻ മാതാവിനെയും പിതാവിനെയും വിട്ട് സ്ത്രീയോട് ചേരുന്നു. അതുപോലെ അവർ ഒന്നായിട്ട് മാറുന്നു. ഒന്നും ചേരുമ്പോൾ വലിയ ഒന്ന് എന്നുള്ള സ്നേഹസങ്കല്പം. കുടുംബത്തിൻ്റെ അടിസ്ഥാനം തീർച്ചയായിട്ടും ആ ഒരു സ്നേഹസങ്കല്പം തന്നെയാണ്. കർത്താവ് പറഞ്ഞ ഈ വാചകങ്ങളാണ് എല്ലാ ക്രൈസ്തവ വിവാഹവുമായി ബന്ധപ്പെട്ട ദൈവശാസ്ത്രത്തിൻ്റെ ഒക്കെ അടിസ്ഥാനമായി നിലകൊള്ളുന്ന വാചകം ഇത് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഫിറ്റീഷും റിച്ചയും ഈ വിവാഹമെന്ന കുദാശ വഴി ഒന്നായി മാറി ഒരു കുടുംബമായി ജീവിക്കുവാനായിട്ട് ആരംഭിക്കുകയാണ്. കുടുംബമാണ് ഏതൊരു സമൂഹത്തിൻ്റെയും അല്ലെങ്കിൽ സഭയുടെയും ഒക്കെ അടിസ്ഥാനമെന്ന് നമുക്കറിയാം. പല ദൈവവിളികൾ നമുക്കുണ്ട് സഭയിൽ, നമ്മളെല്ലാം നമുക്ക് അറിവുള്ളവരാണ്. കുടുംബജീവിതം, വൈദിക ജീവിതം, സന്യസ്ത ജീവിതം, ഏകസ്ഥ ജീവിതം. അപ്പം അങ്ങനെ ഈ ദൈവവിളികളിൽ ഏതാണ് വലുത്, ഏതാണ് നല്ലത് എന്നൊക്കെ ചോദിച്ചാൽ പല അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് കുടുംബജീവിതം തന്നെയാണ്. കാരണം ഏതൊരു വ്യക്തിയും കടന്നു വരുന്നത് ഈ കുടുംബത്തിൽ നിന്നാണ്. സഭയുടെ തലപ്പത്തിരിക്കുന്ന മാർപ്പാപ്പയും അല്ലെങ്കിൽ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന വണങ്ങുന്ന വിശുദ്ധാത്മാക്കളും അവരെല്ലാം കടന്നു വന്നത് ഓരോ കുടുംബത്തിൽ നിന്നാണ്. അത് മാത്രമല്ല, സമൂഹത്തിൽ പലപ്പോഴും മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, സമൂഹത്തിന് ദ്രോഹമായിട്ട് മാറുന്ന വ്യക്തികളും അവരും കടന്നു വരുന്നത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാ വ്യക്തികളും കടന്നു വരുന്നത് അവരുടെ കുടുംബത്തിൽ നിന്നാണ്. ഒരു കുടുംബജീവിതം നന്നാകുമ്പോൾ അവിടെ നിന്ന് കടന്നു വരുന്ന വ്യക്തികളും നന്നാകും. ഈ ലോകത്തിൽ കടന്നു വരുന്ന ഈ വിശുദ്ധാത്മാക്കളോ അല്ലെങ്കിൽ തെമ്മാടികളായിട്ടുള്ളവർ ഏത് വ്യക്തി സ്ഥാനത്ത് നിൽക്കുന്നവരായാലും അവർ ജനിച്ചപ്പോൾ അങ്ങനെ ആയിരുന്നവരല്ല. അവർ ജീവിത സാഹചര്യങ്ങൾ നിമിത്തം അവർ ആ ഒരു തലത്തിലേക്ക് എത്തപ്പെട്ടവരാണ്. അപ്പോൾ കുടുംബത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരു വ്യക്തിയും കടന്നു വരുന്ന അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിന് അടിസ്ഥാനമായി നിലകൊള്ളുന്ന ചെറുപ്പം, അവിടെ മുതൽ അവൻ്റെ കുടുംബജീവിതം അവൻ്റെ കുടുംബത്തിൽ ജീവിതം ആരംഭിക്കുമ്പോൾ അതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കുടുംബത്തിൽ നിന്നാണ് എല്ലാം ആ വ്യക്തി, ആ കുഞ്ഞ് പഠിക്കുന്നത്. ഒരു കുഞ്ഞ് കടന്നു വരുന്നു, ഇന്ന് ഇവിടെ വിവാഹിതരാകുന്നു. തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മക്കളുണ്ടാകുക എന്നുള്ളതൊക്കെ. ഏറ്റവും കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ സാഹചര്യം മുതൽ ഈ കുട്ടികൾ പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. അവൻ നാളെ എന്തായിട്ട് തീരണമെന്ന്
അവൻ തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ദൈവവിളികൾ പലതും ഉണ്ട് എങ്കിലും അത് നല്ലത് ഏതാണ് നമ്മുടെ ഏത് അഭിപ്രായം ഉണ്ടായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് തീർച്ചയായിട്ടും കുടുംബം എന്നുള്ള ദൈവവിളി തന്നെയാണ്. അവിടെ നിന്ന് എല്ലാ വ്യക്തികളും കടന്നു വരുന്നത്. അപ്പോൾ ഇന്ന് ഈ കുടുംബം, ഒരു പുതിയ കുടുംബം ഇന്നിവിടെ ആരംഭിക്കുമ്പോൾ ഇതൊരു നല്ല കുടുംബമായിട്ട് മാറട്ടെ. നമ്മുടെയൊക്കെ പ്രാർത്ഥന തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതിനെന്ത് ചെയ്യണം? നാം സുവിശേഷത്തിൽ വായിച്ചു കേട്ടു, ആദ്യത്തെ കർത്താവിൻ്റെ അത്ഭുതം അത് അവിടുന്ന് പ്രവർത്തിച്ചത് ഒരു വിവാഹവേളയിലാണ്. ഒരു കുടുംബത്തിൻ്റെ പ്രാധാന്യം തീർച്ചയായിട്ടും നമ്മെ വ്യക്തമാക്കി തരുന്ന ഒരു അത്ഭുതം കൂടിയാണത്. വെറുതെ അവിടെ വീഞ്ഞു തീർന്നു പോയി അല്ലെങ്കിൽ ആ പച്ചവെള്ളത്തിൽ വീഞ്ഞാക്കി എന്നുള്ള ഒരു അത്ഭുതത്തെക്കാൾ കൂടുതലായിട്ട് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വേർപിരിഞ്ഞു പോകാവുന്ന ഒരു ബന്ധത്തെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു വലിയ അത്ഭുതമാണ് അവിടെ കർത്താവ് പ്രവർത്തിച്ചത്. അത് വെറുതെ വെള്ളം വീഞ്ഞാക്കി മാറ്റി എന്നുള്ള ഒരു അത്ഭുതം മാത്രമല്ല. അത് രണ്ട് വ്യക്തികളെ തമ്മിൽ, സമൂഹത്തെ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങളെ തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്ന അതിന് കാരണമായിട്ട് കർത്താവ് നിൽക്കുകയാണ് അവിടെ. അപ്പോൾ അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഒരു കുടുംബജീവിതം. കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ നാം വായിച്ചു കേട്ടു, ആ കുടുംബ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു പാളിച്ച അത് പരിഹരിക്കുവാനായിട്ട് കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായി. കർത്താവോടെ ഇടപെട്ടു. അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ വന്നുകൊണ്ട് നമുക്കും നമ്മുടെ സാഹചര്യങ്ങളെ വിശദീകരിച്ചു കൊടുക്കുവാനായിട്ട്, വിളിച്ചപേക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ കർത്താവ് ശിഷ്യന്മാരും കൂടി വള്ളത്തിൽ യാത്ര ചെയ്യുന്ന ഭാഗം സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. കാറ്റും കോളും ആഞ്ഞടിച്ചപ്പോൾ കർത്താവ് വള്ളത്തിൽ അവിടെ തലചാച്ച് കിടന്ന് ഉറങ്ങുകയാണ് അമരത്ത്. ശിഷ്യന്മാർ ഭയപ്പെട്ടു. അവർ കർത്താവിനെ വിളിച്ച് ഉണർത്തുകയാണ്, ഞങ്ങളിതാ മരിക്കാൻ പോകുന്നു, ഞങ്ങൾ രക്ഷിക്കണം. കർത്താവ് കടലിനെയും കാറ്റിനെ ശാന്തമാക്കുകയാണ്. നമ്മുടെ ഈ ഒരു തോണി എന്ന് പറയുന്നത്, ഈ ഒരു വഞ്ചി എന്ന് പറയുക നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രതീകം തന്നെയാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ പ്രതീകമാണിത്. നാം എല്ലാം കാറ്റും കോളും നിറഞ്ഞ ഈ ലോകമാകുന്ന ഈ കടലിൽ കൂടി യാത്ര ചെയ്യുന്നവരാണ്. കുടുംബജീവിതത്തിൽ എപ്പോഴും ശാന്തത മാത്രമല്ല ഉള്ളത്. ഒരു കടലിനെ പോലെ തന്നെയാണ്. ശാന്തതയുണ്ടാകും, പ്രക്ഷോഭമുണ്ടാവും, കടൽക്ഷോഭങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും, കൊടുങ്കാറ്റുണ്ടാവും. ഇതെല്ലാം ജീവിതത്തിൻ്റെ സാഹചര്യത്തെ ഓരോ അവസരങ്ങളാണ് ഇതൊക്കെ. അവിടെയൊക്കെ നമുക്ക് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ കുദാശയിലേക്ക് ഇവർ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുക ഇവർ രണ്ടുപേരും മാത്രമല്ല, ക്രിസ്തുവും കൂടിയാണ്. ഈ 3 പേരുള്ള ഉടമ്പടിയാണ് ഇവിടെ ഈ വിവാഹത്തിൻ്റെ ഉടമ്പടി, ഇവിടെ നടത്തപ്പെടുന്ന ഉടമ്പടി. ഇവർ 3 പേർ കൂടി എടുക്കുന്നതാണ്. അപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ജീവിതത്തിലുണ്ട്. അത് മനസ്സിലാക്കി അവിടുത്തെ വിളിച്ചപേക്ഷിക്കാൻ സാധിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം അവിടെ നാം കണ്ടു, കർത്താവ് പറഞ്ഞ കാര്യം അവർ മാക്സിമം ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാനുഷികമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിലും നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ, മാനുഷികമായ കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു കുടുംബത്തിൽ ഒരു ഭർത്താവ് നിലയ്ക്ക്, ഭാര്യ നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു മാതാവ് പിതാവ് നിലയ്ക്ക്, മക്കൾ നിലയ്ക്ക് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ, സമൂഹത്തിലെ ഒരു അംഗം നിലയ്ക്ക്, സഭയിലെ ഒരു അംഗം നിലയ്ക്ക് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ, അത് ഞാൻ നിറവേറ്റുമ്പോൾ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടാകും, എന്നെ സംരക്ഷിക്കുവാനായിട്ട്, എൻ്റെ കുറവുകളെ നിറവുകളാക്കി മാറ്റുവാനായിട്ട്, എൻ്റെ പോരായ്മകളെ പരിഹരിക്കുവാനായിട്ട് അവിടുന്ന് കൂടെ ഉണ്ടാകുമെന്നുള്ള ആ ഒരു ചിന്തയും നമുക്കുണ്ടാകണം. അതുകൊണ്ട് നാം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഇവിടെ ഈ 2 പേരിൽ ഒന്നായി മാറുമ്പോൾ തീർച്ചയായിട്ടും സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ്. സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് മനസ്സിലാക്കുക എന്നുള്ളത്. ഒരു മനസ്സിലാക്കുക, അത് അണ്ടർസ്റ്റാൻഡിങ്. ഓരോരുത്തർ കുറവുകളും പോരായ്മകളും നന്മകളും എല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കണം. ഫിറ്റീഷിൻ്റെ ജീവിതത്തിലെ നന്മ, ഫിറ്റീഷിൻ്റെ ജീവിതത്തിലെ പോരായ്മ, ഇത് റിച്ച മനസ്സിലാക്കണം. അതുപോലെ തന്നെ റിച്ചയുടെ ജീവിതത്തിലെ പോരായ്മകൾ, കുറവുകളുണ്ടെങ്കിൽ അതിലെ നന്മകൾ എല്ലാം മനസ്സിലാക്കുവാനായിട്ട് ഫിറ്റീഷിനും സാധിക്കണം. അപ്പോൾ മനസ്സിലാക്കുക, അങ്ങനെ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങില്ല പോകുമ്പോഴാണ്. അല്ലാതെ സ്നേഹിക്കുവാനായിട്ട്, ഉൾക്കൊള്ളുവാനായിട്ട് സാധ്യമല്ല. അതുമാത്രമല്ല, മനസ്സിലാക്കുക എന്നുള്ള വാക്ക് നാം മലയാളത്തിൽ തിരിച്ചെഴുതുമ്പോഴും മനസ്സിൽ ആക്കുക, മനസ്സിന് ഉള്ളിലായിരിക്കണം, ഹൃദയത്തിന് ഉള്ളിലാണ് നിങ്ങളുടെ സ്ഥാനം. ഫിറ്റീഷിൻ്റെ സ്ഥാനം ഇനി റിച്ചയുടെ മനസ്സിന് ഉള്ളിലാണ്, റിച്ചയുടെ സ്ഥാനം ഫിറ്റീഷിൻ്റെ മനസ്സിനുള്ളിലാണ്.
ആ ഒരു മനസ്സിലാക്കൽ കൂടി മനസ്സിനുള്ളിൽ നിങ്ങൾക്ക് പരസ്പരം കൊണ്ടുനടക്കുവാൻ കൂടി സാധിച്ചാൽ നിങ്ങൾ ജീവിതം വിജയിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ബാക്കി കർത്താവിനെ വരമേൽപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ ഈ കുടുംബജീവിതം ആരംഭിക്കുക. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു, ഇന്ന് ആരംഭിക്കുന്ന ഈ കുടുംബജീവിതം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഏറ്റവും മനോഹരമാക്കി തീരുവാൻ, ഏറ്റവും ലോകത്തിനു മുമ്പിൽ മാതൃകപരമായ രീതിയിൽ ജീവിക്കുവാൻ, ആരോഗ്യത്തോടുകൂടെ വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ, രണ്ടുപേരും സന്തോഷത്തോടുകൂടെ വാർദ്ധക്യത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പേരിൽ നന്മകളും രണ്ടുപേർക്കും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയ വിരുന്നിനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായി, നിന്റെ പ്രമാണങ്ങളനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹ ബന്ധത്തിന്റെ അഭ്യുദ്ധതയെ പറ്റി പഠിപ്പിച്ച മിശിഹായി, പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ, നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥന നിരതരായി ജീവിക്കുവാൻ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കന്മാരെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹം എന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിതസഖ്യം നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ ഉദാശ യോഗ്യതയോടുകൂടി പരിക്രമം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മിശിഹായുടെ നിയമവും തിരുസഭ സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ റിച്ചയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? റിച്ച, മിശിഹായുടെ നിയമവും തിരുസഭ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ഫിറ്റിഷിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിൻ്റെയും സഖാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് യേശു മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണ വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരെ ഒന്നിപ്പിക്കുന്ന ഈ താലി
ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന് പ്രതീകമായി ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിന് മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായി തീരുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന് വിശ്വസ്തയുടെ അടയാളമായി ഇവർ പരസ്യം അണിയിക്കുന്ന ഈ മോതിരങ്ങളെയും പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ജപമാലകളെയും അങ്ങ് ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കൃപാവരത്തിന് അനുശ്രവസ്തത്താൽ മനുഷ്യാത്മാവിലങ്കരിക്കുന്ന കാരുണ്യമന കർത്താവെ, ഈ മന്ത്രം കൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മൗത്വത്തിന് വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കവുമായി ജീവിച്ച് സ്വർഗത്തിൽ മൗത്വത്തിന് വസ്ത്രമണിയുവാൻ ഇവർ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. സൗഭാഗ്യമേക മുന്നിനെ നിന്നോട് ചേർന്ന കല്യാണരൂപനാം യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേക മുന്നിനെ നിന്നോട് ചേർന്ന കല്യാണരൂപനാം യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേക ഓമസുതനാമീശോയും പിതാവും കന്യാപികയും ഓമസുതനാമീശോയും കുടുംബമായാകവേദി ആത്മാർപ്പണം ചെയ്തതുപോലെ ചെയ്യും കുടുംബമാണ് ഭാവുകം നേരും നിതാ ഭാവുകം നേരും നിതാ. മംഗല്യ സൗഭാഗ്യമേക മുന്നിനെ വിണ്ണോട് ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേക. വലത് കൈ ബൈബിളിൽ വെച്ച് ചൊല്ലിത്തരുന്ന ഈ പ്രതിജ്ഞാവാചകം രണ്ടുപേരും ഏറ്റുചൊല്ലും. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ചുംബിച്ചുകൊള്ളുക രണ്ടുപേരും. സഹോദരരെ, നിങ്ങൾ തലം കുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവർ നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികവുമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഫിറ്റീഷനും റിച്ചയ്ക്കും ഇടവയുടെ പേരിലുള്ള അഭിനന്ദനങ്ങളും സ്നേഹവും ആദരപൂർവ്വം സമർപ്പിക്കുകയാണ്.
രണ്ടുപേരും ഒരേ ഇടവക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. എന്നില്ലലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നില്ലലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാൻ എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്നെ നീയാക്കി മാറ്റിടണമേ. കനലോടു ചേരുമ്പോൾ കനലായി മാറുമ്പോൾ തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാൻ. കനലോടു ചേരുമ്പോൾ കനലായി മാറുമ്പോൾ തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാൻ. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോ. അവരത്താൽ സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് സമാധാനാശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരണത്തിന് വലം കഴിഞ്ഞിട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ തണലിൽ ഇവരെ കാത്തുവരണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായെ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിന് നായകനായ മാർ യോസഫിൻ്റെയും ആദ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുമാറാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കി ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന ബോധാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടെ നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരത്തെ
വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തെ സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയും നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായി നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Home, where my heart is full. Oh, where I don't feel away or cold. I see the color through their eyes. Joy of little things in life. I can't fight up in the sky. The joy of little things in life. Wonder why it all feels right. Waking up to tea in my bed. Wonder why no troubles inside. Everything's at ease instead. Wonder why time can fly, no matter how long it be. Wonder why we're in paradise, no other place so happy. I see the color through their eyes. Joy of little things in life. I can't fight up in the sky. Joy of little things in life. Wonder why it all feels right. Waking up to tea in my bed. Wonder why no troubles inside. Everything's at ease instead. Wonder why time can fly, no matter how long it be. Wonder why we're in paradise, no other place so happy. I need another paradise. Cause I need another paradise. Cause I need another paradise. Cause I need another paradise. Before we begin this function, I would like to introduce myself. I am Jida Francis. He is my brother. And വധുവരന്മാർ രണ്ടുപേരെയും നമുക്കറിയാമെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒഫീഷ്യലി ഞാൻ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. Our guru, Mr. Fitish, and he has completed his BTech from Amal Jyoti College of Engineering. And our bride, beautiful bride, Richa, she completed her B.Pharm from St. Joseph College, Cherdala. And now Fitish is working in Jacobs Engineering. And Richa is working as pharmacist for Aster Med City, Kochi. Okay, ഈ ഒരു ദിവസത്തിലെ
ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഫിറ്റീഷിന്റെയും റിച്ചയുടെയും പാരന്റ്സും കുടുംബാംഗങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, നമുക്കപ്പോൾ ഫിറ്റീഷിന്റെ പാരന്റ്സിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Mr. Jose Kodian and Elijah Jose and her sibling Tricia, please come to the stage. We are the blooming buds, seeking your blessing. I'm a blessing, it's I'm your blessing. You are the menders of broken mind. It's a time to invite our beautiful bride's family, Mr. Jose and Mrs. Sheja and her sibling Ritzi. Please come. ക്രിസ്തീയ വിശ്വാസ പാരമ്പര്യം അനുസരിച്ച് എല്ലാ ശുഭകാര്യങ്ങളും തുടങ്ങുന്നത് പ്രാർത്ഥനയോടെയാണ്. സോ ലൈറ്റനിങ് ഓഫ് ദ ലാമ്പ് ഇസ് എ സിംബൽ ഓഫ് പ്രയർ. അപ്പോൾ may I request the bride and groom to be step forward to lighten the camp. This humble wish is from our tender heart. We are the fun boys, we are to welcome you. I request Mr. Jose. We are the blooming buds to seek your blessings. Love of learning is from your grace. You are the menders of the broken mind. Mr. Jose and Sheja Jose to lighten the candle. Because great things start with small beginnings. This humble wish is from our tender heart. നമുക്ക് എല്ലാവർക്കും അറിയാം കേക്കിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അത് ഈക്വൽ പ്രൊപ്പോർഷനിൽ ആഡ് ചെയ്യുമ്പോഴാണ് കേക്ക് അത്രയും സ്വീറ്റസ്റ്റ് ആകുന്നത്. സോ ഇവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒരുമിച്ച് ഇവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഐ റിക്വസ്റ്റ് മിസ്റ്റർ ഫിറ്റീഷ് ആൻഡ് റിച്ച ടു കട്ട് ദ കേക്ക്. പ്ലീസ് സ്റ്റെപ്പ് ഫോർവേഡ്. എല്ലാവരും അത് കൈയടിച്ച്. It's for reason to smile. Because great things start with small beginnings. This humble wish is from our tender hearts. That's it. We are so glad to welcome you. We wish to give our full heart. Celebrate what we bring us together. I request Mr. Fitish to share the cake with her family, with Richa's family. We are the blooming buds to seek your blessings. Love of learning instant from your grace. You are the menders of the broken As a Christian community, wine is so special in wedding function. Wine is symbol of richness. While you share and drink from the glass of wine, we wish you the best of health and good luck for many years to come. Now we are entering to the wine toasting ceremony. I request both of you to toast the wine. Not sure if you know this, but when we first met, I got so nervous I couldn't speak. In that very moment, I found the one, and my life had found its missing piece. So as long as I live for life,
so beautiful in white. And from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. What we have is റൊമാൻറ്റിക് കൊണ്ടടാ എന്റെ പിന്നെ ഇപ്പൊ എനിക്ക് കാണണം. जैसे खोया हूँ कहना चाहूँ भी तो तुमसे क्या कहूँ तुमको पाया है तो जैसे खोया हूँ कहना चाहूँ भी तो तुमसे क्या कहूँ किसी ज़बान में भी वो लफ्ज़ ही नहीं कि जिनमें तुम हो क्या तुम्हें बता सकूँ मैं अगर सच है कुछ भी नहीं तुमको पाया है तो जैसे खोया. So as long as I live and love you, will have and hold you.
daughter is what our future holds. I hope she has your eyes, finds love like you and I did. Yeah, but when she falls in love, we'll let her go. And I walk her down the aisle. വിവാഹിതരായ കൃഷ്ണച്ചയ്ക്ക് എല്ലാവിധ വിവാഹ മംഗളാശംസകളും നേരുന്നു. ഞാൻ അവരുടെ പേപ്പനാണ്, ആലുവയിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന ഉച്ചയ്ക്ക് എല്ലാവിധ ആശംസകളും സ്വാഗതവും നേരുകയാണ്. പിന്നെ അവരോട് പറയാനുള്ള ഒരു ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കല്യാണം കഴിച്ചാൽ കുടുംബമാവില്ല, കുട്ടികളുണ്ടായാൽ കുടുംബമാവില്ല. കുടുംബമാവണമെങ്കിൽ കൂടുമ്പോൾ ഇമ്പമുണ്ടായിരിക്കണം. ഒരു കുടുംബത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾ, കോഴികൾ, കാര്യങ്ങൾ, കോഴിക്കോട് കാര്യങ്ങളും കൂടാതെ കിണർ, കോഴി, കപ്പസ്, കണ്ടപ്പടി, കഥ, കടത്തോടി, കസാര, കടല്, കിടക്ക, കമ്പളി, കലക്കൊടി, കരണ്ട്, കറണ്ട് പലക. ഇപ്പോഴുള്ള കുടുംബമാണെങ്കിൽ കമ്പ്യൂട്ടർ കൂടിയൊക്കെ. ഇതെല്ലാം ഉണ്ടെങ്കിലും കുടുംബത്തിൽ ഒരു കാ ഇല്ലെങ്കിൽ ആ കുടുംബമാവില്ല. ആ കായുടെ പേരാണ് കൂട്ടായ്മ. ആ കൂട്ടായ്മയിൽ ഒരക്ഷരം മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് മറ്റൊരു കാ കടന്നു വരും. ആ കായുടെ പേരാണ് കൂടായ്മ. കൂടായ്മയിൽ ഉണ്ടാകുന്ന കുട്ടികൾ കാരണമാർക്ക് കഞ്ഞി കൊടുക്കില്ലെന്ന് ഈ കൊടിയും പറയുന്നു. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ കൂട്ടായ്മ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ സമൂഹങ്ങളിൽ കൂട്ടായ്മ ഉണ്ടായിരിക്കട്ടെ, നിങ്ങൾ ഇടപഴകുന്ന എല്ലാവർക്കും കൂട്ടായ്മ ഉണ്ടായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.
Do you remember back on the first night, shoulder to shoulder, playing the piano in my room? Oh, I do. We started drinking and I told your best friend that I had a feeling one day I was gonna marry you. I already knew. Now you're dressed in white and you're walking towards me. I can't believe my eyes. I'm staring at the rest of my life. I'm a mess inside, 'cause we've come so far, and after all this time I finally get to call you my wife. Two words keep playing in my head. Lucky me, I get to marry my best friend. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യർ വിളക്കുകൾ കൊണ്ടുപോയി, എന്നാൽ എണ്ണ എടുത്തിരുന്നില്ല. വിവേകമതികൾ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കപ്പെടുത്തിയാൽ എല്ലാവരും ഉറങ്ങിപ്പോയി. പാതിരാവിൽ ഒരു ആർപ്പുവിളി കേട്ടു, ഇതാ മണവാളൻ വരുന്നു, പുറത്തു വന്ന് അദ്ദേഹത്തെ എതിരേൽക്കുവിൻ. കന്യകമാരെല്ലാവരും ഉണർത്തെഴുന്നേറ്റ് വിളക്കുകൾ ഒരുക്കി. ഒരുങ്ങി നിന്നിരുന്നവർ അദ്ദേഹത്തോടൊപ്പം വിളക്ക് തെളിച്ച് മംഗളഘോഷങ്ങൾക്കായി അകത്ത് പ്രവേശിച്ചു. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. കുടുംബജീവിതം ആരംഭിക്കുന്ന ഈ നവദമ്പതികളെ സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നല്ല ആഗ്രഹങ്ങൾ സഫലമാക്കണമെന്നും ഉത്തമ സന്താനങ്ങളെ നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തരായ ധാരാളം മിത്രങ്ങളെ നൽകണമെന്നും സൗഭാഗ്യത്തിൽ ഇവരെ പുലർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനി ഞങ്ങൾ രണ്ടല്ലോ ഒന്നാണ് എന്ന അവബോധം ഞങ്ങളിൽ സദാ വളർത്തണമേ. ഞങ്ങൾ അന്യോന്യം സമർപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും പോരായ്മകൾ ക്ഷമിച്ചും സഹിച്ചും വളരുവാനും പരസ്പര ധാരണയിലും ഐക്യത്തിലും ജീവിക്കുവാനും അന്ത്യം വരെ വിശ്വസ്തരായി വ്യാപിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹത്തെ സഫലമാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ നേരിൽ കണ്ടാടിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിൻ്റെ നാഥ എന്നേക്കും ആമേൻ.
like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart